ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് ക്വസ്റ്റ്യൻ ടാഗ്സ് ആണ്. അപ്പോൾ അതെങ്ങനെയൊക്കെ വരുമെന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അത് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ ടാഗ്സ്. ക്വസ്റ്റ്യൻ ടാഗ്സ് എന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ അറ്റാച്ച് ടു ദി എൻഡ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ആർ കാൾഡ് ടാഗ് ക്വസ്റ്റ്യൻസ്. അതായത് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ്സ് കണ്ടിട്ടുണ്ടാവുമല്ലോ. നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അടിയിൽ ക്വസ്റ്റ്യൻ മാർക്ക് പോലെ ഇരുന്നതാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വേർഡ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, അതായത് സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന്റെ ഇതിലായിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് പോലെ ഇരുന്നതാണ് ക്വസ്റ്റ്യൻ ടാഗ്. ടാഗ്സ് ആർ കോമൺലി യൂസ്ഡ് ഇൻ കോൺവെർസേഷൻ അറ്റ് ദി എൻഡ് ഓഫ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ടു ആസ്ക് ഫോർ കൺഫർമേഷൻ ബൈ ആസ്കിംഗ് ക്വസ്റ്റ്യൻ. നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ അത് കൺഫർമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ചോദ്യം ചോദിക്കുന്നത് നമുക്കത് കൺഫർമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൺഫർമേഷൻ ചെയ്യുന്നതിന്റെ അവസാനമായിട്ടാണ് ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നത്. അപ്പൊ അതിനാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഹി ഈസ് ടോൾ, ഈസൻഡി. ഇവിടെ നോക്കൂ, ഹി ഈസ് ടോൾ എന്ന് ചോദിക്കുന്നത് ഈസൻഡി, അവൻ ടോൾ ആണോ? ഈസൻഡി എന്ന് വെച്ചാൽ അവൻ ടോൾ ആണോ, എന്താ ആണോ, അവൻ ടോൾ ആണോ എന്ന രീതിയിലാണ് ഈസൻഡി വരുന്നത്. അപ്പൊ ചോദ്യചിഹ്നം പോലെയാണ് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈസ് ടോൾ, അവൻ വലുതാണ്, അവൻ ടോൾ ആണോ എന്ന രീതി ചോദിക്കുന്നതാണ് നമ്മൾ ഈസൻഡി വരും. അപ്പൊ ക്വസ്റ്റ്യൻ മാർക്ക് വരും. ഈസ് നോട്ട് വൈസ്, ഈസി, അവൻ വയസ്സല്ല, പക്ഷെ ഈസി അങ്ങനെയാണോ എന്ന രീതി ചോദിക്കുന്നതാണ്. ഓക്കെ, പിന്നെ സം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നോക്കാം. എ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് യൂഷ്വലി ടേക്ക് ആസ് നെഗറ്റീവ് ടാഗ്. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിന് നമ്മൾ യൂഷ്വലി എടുക്കുന്നത് നെഗറ്റീവ് ടാഗ്സും, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ടേക്ക് എ പോസിറ്റീവ് ടാഗുമാണ് എടുക്കുന്നത്. അതെങ്ങനെയാണ് വരുന്നത്? എ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് നീഡ് നോട്ട് നെസസറിലി ബി വൺ ഹാവിങ് എ നെഗറ്റീവ് വെർബ്. ഒരെണ്ണത്തിൽ നെഗറ്റീവ് വെർബ് ഉണ്ടെങ്കിലാണ് നമ്മൾ അത് എടുക്കുന്നത്. ഓബ്ജക്റ്റ് ഓർ ഈവൻ എ നെഗറ്റീവ് വെർബ് മോഡിഫൈയിങ് ദി വെർബ്. അതായത് അത് വരുന്നത് ഒബ്ജക്റ്റോ അല്ലെങ്കിൽ ഈവൻ എ നെഗറ്റീവ് വെർബ് വരുമ്പോഴോ അതിനെ മോഡിഫൈ ചെയ്യുന്നതാണ് വെർബ് എന്ന് പറയുന്നത്. ഓക്കെ, വെർബായിട്ട് വരുന്നത്. പിന്നെ ദേ ഹാവ് ഫിനിഷ്ഡ് ദ വർക്ക് ഹാവൻ ദേ. അവര് ജോലി തീർത്തു അതോ തീർത്തില്ലയോ എന്ന രീതിയിൽ ചോദ്യചിഹ്നം വരുന്നുണ്ട്. അതായത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, ആദ്യം പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റാണ് വരുന്നത്, അതിന്റെ സൈഡിൽ നെഗറ്റീവ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ദേ ഹാവൻ ഫിനിഷ്ഡ് ദി വർക്ക്, ഹാവ് ദേ, ഇതിൽ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റാണ് വരുന്നത്. ദേ ഹാവൻ ഫിനിഷ്ഡ് ദി വർക്ക് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റാ. ഹാവ് ദേ എന്ന് ചോദിക്കുന്നത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റാ. മനസ്സിലായോ? പിന്നെ നൺ ഓഫ് ദം വേ പ്രസന്റ്, വേർ ദേ, ആരും പ്രസന്റ് ആയിട്ടില്ല. നൺ ഓഫ് ദം വേ പ്രസന്റ്, വേർ ദേ എന്ന ചോദ്യമാണ് വരുന്നത്. അവിടെ നെഗറ്റീവ് സബ്ജക്ട്, സോ എ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഫോളോഡ് ബൈ പോസിറ്റീവ്. നെഗറ്റീവ് സബ്ജക്റ്റാണ് വരുന്നത്, അപ്പോൾ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ട്. അപ്പോൾ ഫോളോഡ് ബൈ പോസിറ്റീവ് വരും, അവസാനം പോസിറ്റീവാണ് വരുന്നത്. ഓക്കെ, പിന്നെ ഇൻ ക്വസ്റ്റ്യൻ ടാഗ്സ് ഹാവ് ദി ആക്സിലറി വെർബ് ഷുഡ് ബി റിപ്പീറ്റഡ്. ഇതിനകത്ത് ക്വസ്റ്റ്യൻ ടാഗ്സിന്റെ ആക്സിലറി വെർബ് റിപ്പീറ്റ് ആവുന്നുണ്ട്. അതെങ്ങനെയാ? യു ഹാവ് മൈ പേഴ്സ്, ഹാവൻറ്റ് യു, യു ഹാവ്, നിന്റെ കയ്യിൽ എന്റെ പേഴ്സ് ഉണ്ട് ഇല്ലേ എന്ന് ചോദിക്കുന്നതാണ് നമ്മൾ ഇവിടെ വരുന്നത്. ഓക്കെ, അതാണ് ആക്സിലറി വെർബ് വരുന്നത്. ഇഫ് ദ വെർബ് ഓഫ് എ സ്റ്റേറ്റ്മെന്റ് ഈസ് സിമ്പിൾ ടെൻസ്, ദ വെർബ് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്, അതായത് വെർബിന്റെ സ്റ്റേറ്റ്മെന്റ് സിമ്പിൾ ആണെങ്കിൽ, സിമ്പിൾ ടെൻസ് ആണെങ്കിൽ ഫോം ടു ബി ദിസ് ടെൻസ് ഈസ് യൂസ്ഡ്. അതിനെ ഫോം ചെയ്യാനായിട്ട് നമ്മൾ ഈ ടെൻസ് യൂസ് ചെയ്യുന്നു ടാഗിൽ. ഓക്കെ, ബട്ട് ഇഫ് ഇറ്റ് ഈസ് എ സിമ്പിൾ ടെൻസ് ഓഫ് എനി അതർ വെർബ്, വേറെ ഏതെങ്കിലും വെർബിൽ അത് സിമ്പിൾ ടെൻസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ the tag takes do or did. ടാഗിൽ അപ്പം നമ്മൾ ഡു ഓർ ഡിഡ് ആണ് നമ്മൾ എടുക്കുന്നത്. എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവും. ഹി കംസ് റെഗുലർലി, ഡസൻ ഹി. ഇപ്പൊ നമ്മൾ ഇവിടെ ഡു, ഡസ് എടുത്തിട്ടുണ്ട്, ഡസൻ ഹി വരുന്നുണ്ട്. ഓക്കെ, ഇൻ കേസ് ഓഫ് ദി വെർബ് യൂസ് ടു ഡിഡ് ഈസ്, ഡിഡിന് പകരം നമ്മൾ എന്തോ എടുത്തത്, ഡിഡ് ഈസ് യൂസ്ഡ് ഇൻ ദി ടാഗ്. ഇവിടെ ഡിഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ടാഗിൽ, കേട്ടോ. അപ്പൊ അതങ്ങനെയാ വരുന്നത്. പിന്നെ ഹി യൂസ് ടു പ്ലേ ഇൻ ദി മോർണിംഗ്, ഡിഡന്റ് ഹി, അവൻ രാവിലെ കളിക്കാൻ പോകുന്നുണ്ട്, അപ്പൊ ഡിഡന്റ് ഹി ആണ് വരുന്നത്. ഓക്കെ, അപ്പോ സെൽഡൺ, ഫ്യൂ, ലിറ്റിൽ, ഹാർഡ്ലി, സ്കെയർലി. സെൽഡൺ എന്തോ, ഫ്യൂ, ലിറ്റിൽ, ഹാർഡ്ലി, സ്കെയർലി വരുന്നുണ്ട്. റയർലി, എക്സെട്ര are some negative words. അതെല്ലാം നെഗറ്റീവ് വേർഡ്സ് ആണ് വരുന്നത്. ബട്ട് they are treated as negative and therefore they take positive tag. ഇവിടെ നെഗറ്റീവ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ പോസിറ്റീവ് ടാഗ് ആണ് കൊടുക്കുന്നത്. എക്സാമ്പിൾ നോക്കാം. we could hardly hear them, could we. ഇവിടെ നമ്മൾ we could hardly hear them, അത് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ could be പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. he seldom comes to the
ക്ലബ് ഡസൻറ്റി സെൽഡൺ ക്ലബിൽ വന്നോ എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഡസൻറ്റി ഇല്ലേ എന്നാണ് വരുന്നത്. ലിറ്റിൽ ഹാസ് ബീൻ സെഡ് അബൌട്ട്, ലിറ്റിൽ എന്താ പറഞ്ഞത്, സെഡ് അവനെ പറ്റി പറഞ്ഞു. ഇറ്റ് ഹാസ് ഇറ്റ് എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ, ആണോ എന്ന രീതിയിൽ. അപ്പോൾ ലിറ്റിൽ ആൻഡ് ഫ്യൂ ആർ നെഗറ്റീവ്, ലിറ്റിലും ഫ്യൂ നെഗറ്റീവ് ആയിട്ട് വരുന്നുണ്ട്. വേറാസ് എ ലിറ്റിൽ ആൻഡ് ഫ്യൂ ആർ പോസിറ്റീവ്, വേറാസ് ലിറ്റിൽ ആൻഡ് ഫ്യൂ പോസിറ്റീവ് ആയിട്ട് വരും. ഇവിടെ ലിറ്റിൽ ആൻഡ് ഫ്യൂ നെഗറ്റീവിൽ വന്നാൽ വേറാസ് ലിറ്റിൽ ആൻഡ് ഫ്യൂ ആർ പോസിറ്റീവ് ആയിട്ട് വരും. ദ ആഡ്വർബ് ഓൺലി ടേക്സ് ഐദർ എ പോസിറ്റീവോ നെഗറ്റീവ് ടാഗ്. ആഡ്വർബിൽ എന്തോ എടുക്കുന്നത്, പോസിറ്റീവോ അല്ലെങ്കിൽ നെഗറ്റീവ് ടാഗോ എടുക്കുന്നത്. എക്സാമ്പിൾ നോക്കാം. എ ഫ്യൂ സ്റ്റുഡൻസ് വേ പ്രസന്റ് വേറെന്തേ. ഇപ്പൊ നമ്മൾ പറയാം കുറച്ച് പിള്ളേർ പ്രസന്റ് ആയിരുന്നു, ആണോ എന്ന രീതിയിൽ നമ്മൾ ചോദിക്കും, അല്ലെങ്കിൽ അല്ലേ. എ ലിറ്റിൽ ബുക്സ് ആർ അവൈലബിൾ, കുറച്ച് ബുക്സ് അവൈലബിൾ ആണ്, ആരെന്തേ. പിന്നെ പോസിറ്റീവ് ചോദ്യം നെഗറ്റീവ് സെന്റൻസും ആണ് വന്നിരിക്കുന്നത്. ദേ വേർ ഓൺലി ടു ഓഫ് ദം, വേർ ദേ അവർ രണ്ടുപേര് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ, വേർ ദേ അല്ലേ. ഇഫ് ദ സബ്ജക്ട് ഈസ് നൗൺ വി ഷുഡ് യൂസ് പ്രനൗൺ, സബ്ജക്ട് നൗൺ ആണെങ്കിൽ നമ്മൾ പ്രനൗൺ യൂസ് ചെയ്യണം. എങ്ങനെ, ജോൺ ഹാസ് ഗോൺ ഹോം, ആസ് ജോൺ വീട്ടിൽ പോയി, ഓൻ പോയില്ലേ എന്ന രീതിയിൽ. ഇഫ് ദ സബ്ജക്ട് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഹാപ്പൻസ് ടു ബി പേഴ്സണൽ, സബ്ജക്ട് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ് പേഴ്സണൽ ആണെങ്കിൽ പ്രനൗൺ, ദാറ്റ് സെയിം പ്രനൗൺ ഈസ് റിപ്പീറ്റഡ് ആ സബ്ജക്ട് ഇൻ ദി ടാഗ്. പ്രനൗൺ വന്നിട്ട് സെയിം ആയിട്ടുള്ള പ്രനൗൺ ആണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് സബ്ജക്റ്റിൽ, ടാഗ് ആയിട്ട് വരുന്നത് അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ നോക്കാം, ഈസ് ഇന്റലിജന്റ്, ഈസന്റ് അത് സെയിം ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈസ് ഇന്റലിജന്റ് വന്നത് ഒരു ഈസ് ഇന്റലിജന്റ്, ഈസന്റ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് വലിയ വ്യത്യാസം തോന്നുന്നു, അത് സെയിം ആയിട്ടാണ് വരുന്നത്. ഈസ് നോട്ട് വെരി ഇന്റലിജന്റ്, ഈസ് നോട്ട് വെരി അത്ര ഇന്റലിജന്റ് അല്ല, ഈസി അല്ലേ എന്ന രീതിയിൽ വരും. ഓക്കെ. If the subject is generalizing pronouns, one the subject used in the tag is also one. If the subject വന്നിട്ട് generally pronounനെ one എന്ന് ഇതാക്കുമ്പോൾ the subject used in the tag, subject ടാഗിലേക്ക് യൂസ് ചെയ്യുമ്പോൾ is also one, ടാഗിലേക്ക് യൂസ് ചെയ്യുമ്പോൾ one ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ one cannot afford to be happy always, can one. അപ്പൊ അവിടെയും വന്ന് വരുന്നുണ്ട്, ഇവിടെയും വന്ന് വരുന്നത്, അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. വൺ കനോട്ട് അഫോർഡ് ടു ബി ഹാപ്പി, ഒരാൾക്ക് എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റത്തില്ല, ആൾവേസ് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. ക്യാൻ വൺ ഒരാൾക്ക് പറ്റുമോ എന്ന രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഒരാൾ രണ്ടിടത്തും വരുന്നുണ്ട്. ഇഫ് ദ സ്റ്റേറ്റ്മെന്റ് ബിഗിൻസ് വിത്ത് ആൻ ഇൻട്രൊഡ്യൂസിങ് there, the subject of the tag must also be there. ഇപ്പൊ സ്റ്റേറ്റ്മെന്റിൽ there വെച്ചിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സബ്ജക്റ്റില് ടാഗിലും അതുപോലെ തന്നെ വരും there. ഓക്കെ. ഇപ്പൊ there are were only 6 edition അവൈലബിൾ വേർ ദേ, അവിടെ 6 എഡിഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേർ ദേ എന്ന് വെച്ചാൽ അതങ്ങനെയോ എന്ന രീതിയിൽ വരും. അപ്പം നമുക്കത് മനസ്സിലാവും. ഓർ വോറൻ ദേ അങ്ങനെ. അപ്പൊ രണ്ടും നമുക്ക് ദേർ വെച്ച് അവസാനം ദേർ വരുന്നുണ്ട്. ഇമ്പാരറ്റീവ് വെർബ് ദാറ്റ് സിഗ്നിഫിക്കൻസ് സിമ്പിൾ റിക്വയർമെന്റ്സ് ടേക്ക് ദി ടാഗ്. ഇമ്പാരറ്റീവ് വെർബിൽ എന്തോ സിഗ്നിഫിക്കൻസ് സിമ്പിൾ ആയിട്ടുള്ള റിക്വയർമെന്റ്സ് ആണ് അവിടെ എടുക്കുന്നത്, ടേക്ക് ദി ടാഗ് എടുക്കുന്നത്. വിൽ യു, വേർ, വെദർ ദേ ആർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്, ചിലപ്പോൾ അത് പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കും, അങ്ങനെ വരും. അപ്പൊ അത് നോക്കാം. പ്ലീസ് ഗീവ് മീ എ പെൻ, വിൽ യു ഒന്നും വരുന്നില്ല, ലാസ്റ്റിലായിട്ടാണ് വരുന്നത്. പ്ലീസ് ഗീവ് മീ, നിങ്ങൾ പേന തരുമോ, നിങ്ങൾ തരുമോ എന്ന രീതിയിൽ നമ്മൾ ചോദിക്കും. വോണ്ട് യു ഷോ മോർ അർജൻസി, വാണ്ട് യു എന്ന് വെച്ചാൽ അവരെ ഒത്തിരി അർജൻസി ആയിട്ട് കാണിക്കുന്നില്ല. ടേക്ക് കെയർ വെൻ യു എൻറ്റർ ദ ജംഗിൾ, അതായത് നമ്മൾ കാട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാം. വോണ്ട് യു ശ്രദ്ധിക്കില്ലേ എന്ന രീതിയിൽ വരും. ഓക്കെ. എ സജഷൻ ബീങ് വിത്ത് ലെറ്റ് us take, shall we, let us ടേക്കും പിന്നെ shall we യും. let us sing, shall we രണ്ടും വരുന്നുണ്ട്. let us sing, shall we. and imperative expressing imperative or rebate take the tag can't you. ടാഗ് imperative expressive വരുമ്പോഴത്തേക്കും imperatives ആയിട്ട് വരുന്നത് ഓർ റിബേറ്റ് ടേക്ക് പ്ലേസ്, റിബേറ്റ് ആണ് ടേക്ക് പ്ലേസ് ആയിട്ട് വന്നത്. ഓക്കെ. കാണ്ട് യു എന്ന രീതിയിൽ വരും. എക്സാമ്പിൾ, കീപ് യുവർ മൗത്ത് ഷട്ട് കാണ്ട് യു, നിങ്ങളുടെ വായ നിറച്ചു വെക്കാമോ, വെക്കില്ലേ എന്ന രീതിയിൽ. ഓക്കെ. പിന്നെ സ്റ്റേറ്റ്മെന്റ് വിച്ച് ആസ് എവ്രി വൺ ഓർ എവ്രിബഡി, സ്റ്റേറ്റ്മെന്റിൽ എവ്രി വണ്ണും വരാം എവ്രിബഡിയും വരാം. ഫോർ സബ്ജക്ട് ടേക്ക് ദി ടാഗ്, സബ്ജക്ട് ടാഗ് ആയിട്ട് എടുക്കും. ദേ ആൻഡ് നോട്ട് ഹി ആൻഡ് ആർ ട്രീറ്റഡ് ആസ് പ്ലൂറൽ, അത് പ്ലൂറൽ ആയിട്ട് ട്രീറ്റ് ചെയ്യും. ടാഗ് ദേ ആൻഡ് നോട്ട് ഹി അങ്ങനെ ട്രീറ്റ് ചെയ്യും.
എവ്രിബഡി കം ഡിഡിൻ ദേ, എല്ലാവരും വന്നോ വന്നില്ലേ എന്ന്. എവ്രി വൺ വാസ് പേഴ്സണൽ വെറൻ ദേ, എല്ലാവരും പേഴ്സണൽ ആയിരുന്നോ അല്ലയോ എന്ന രീതിയിൽ. ഓക്കെ. പിന്നെ നൺ ഓഫ് ദ ഫോളോഡ് ബൈ ദി പ്ലൂറൽ നൗൺ ഈസ് ട്രീറ്റഡ് ആസ് പ്ലൂറൽ ആൻഡ് ടേക്സ്. നൺ ഓഫ് ദി ഫോളോ, ആരും ഫോളോ ചെയ്തിട്ടില്ല, ബൈ എ പ്ലൂറൽ നൗൺ ട്രീറ്റ് ചെയ്തിട്ട് പ്ലൂറൽ ആൻഡ് ടേക്ക് ദേ ദെൻ ടാഗ്, അതായത് പ്ലൂറൽ നൗണിനെ ട്രീറ്റ് ചെയ്തിട്ട് പ്ലൂറൽ ആയിട്ട് എടുത്തിട്ട് പിന്നെ അത് ടാഗിലേക്ക് വരുന്നത്, ദേ ഇൻ ദ ടാഗിൽ വരുന്നത്. അപ്പൊ നോക്കാം. നെയിം ഓഫ് ദ ബോയ് ടേൺഡ് അപ്പ് ഡിഡ് ദേ, നെയിം ഓഫ് ദ ബോയ് അതായത് അവന്റെ പേര്, ആ കുട്ടിയുടെ പേര് മാറ്റിയിട്ട് ടേൺ ചെയ്തു, അപ്പ് ഡിഡിൻ ദേ ചെയ്തില്ലേ എന്ന്. ഓക്കെ. അതിപ്പോ ഇത്രയാണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നോട് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ. റിപ്ലൈ ഞാൻ അപ്പൊ തന്നെ തരുന്നതായിരിക്കും. ഓക്കെ. നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഓക്കെ. അതിനുള്ള റിപ്ലൈയും പിന്നെ അതുപോലെ തന്നെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ എൻ്റെ സോഷ്യൽ മീഡിയകൾ ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ആയിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. സോ അപ്പോൾ ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തെങ്കിലും കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ആയിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ അപ്പോൾ പറയുന്നതായിരിക്കും. ഓക്കെ. ക്ലാസ്സുകൾ വന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. സോ അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഒരു ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞി ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ അടുത്ത ക്ലാസ് ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, സി യു.